ദന്തൽ കോളേജിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധ ബാനർ ഉയർത്തിയിരിക്കുകയാണ് SFI. ഗവർണർ ഉടൻ ദന്തൽ കോളേജിലേക്ക് എത്തുകയും ചെയ്യും. ഗവർണർ എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. SFIയും ഗവർണറും നേർക്കുനേരെത്തുന്നതും ഗവർണർ വീണ്ടും SFIയെ പ്രകോപിപ്പിക്കുന്നതും SFI തിരിച്ച വലിയ സമരം കൊണ്ട് തന്നെ അതിന് മറുപടി നൽകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. തൊട്ടു പിന്നാലെ ഇതാ ദന്തൽ കോളേജിൽ ഗവർണർ എത്തുകയാണ്. അവിടെയും SFI പ്രതിഷേധ ബാനറുമായി എത്തിയിട്ടുണ്ട്. ചാൻസലർക്കെതിരായിട്ടുള്ള പ്രതിഷേധ ബാനറുമായി SFI അവിടെയും എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. We want Chancellor, not Savarkar എന്ന മുദ്രാവാക്യമായിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ അവർ ഉയർത്തിയതെങ്കിൽ സമാനമായിട്ടുള്ള മുദ്രാവാക്യം തന്നെയാണ് ഇപ്പോൾ ദന്തൽ കോളേജിലും തിരുവനന്തപുരം ദന്തൽ കോളേജിലും SFI പ്രവർത്തകർ ഉയർത്തിയിരിക്കുന്നത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായിട്ട്. ഹരി, ഇത് SFIയും ഗവർണറും തമ്മിലുള്ള ഈ നേർക്കുനേർ പോര് ഇതിവിടെ ഒന്നും തന്നെ തീരുന്നില്ല എന്ന് മനസ്സിലാവുകയാണ്. ഗവർണർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെയും ഈ സുരക്ഷയൊക്കെ അധിക സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? രാജ്ഭവന്റെ ഒക്കെ സുരക്ഷ കൂട്ടിയിരുന്നല്ലോ. എന്താണ് നിലവിലത്തെ അടുത്ത സാഹചര്യം? എങ്ങനെയാണ്? പ്രതിഷേധ ബാനറുകൾ ഉണ്ടായിരുന്നു. പ്രതിഷേധം, അതായത് SFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഒന്നും ഉണ്ടായിരുന്നില്ല. വലിയൊരു കുട്ടികളുടെ പ്രതിഷേധം കരിങ്കൊടി പ്രതിഷേധവും മറ്റൊക്കെ കണ്ടിരുന്നു. പക്ഷെ ദന്തൽ കോളേജിൽ ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല, പകരം അദ്ദേഹം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ എത്തി. വേറെ മുദ്രാവാക്യം വിളികളോട് കൂടിയുള്ള പ്രതിഷേധമോ മറ്റോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. പകരം പ്രതിഷേധ ബാനറുകൾ എന്ന് പറയാൻ ഈ കവാടത്തിന് പുറത്ത് ചില ബാനറുകൾ ഗവർണർക്കെതിരെ നമ്മൾ ഇന്നലെയൊക്കെ ക്യാമ്പസുകളിൽ കണ്ടതുപോലുള്ള ബാനറുകളാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല പോലീസിന്റെ വലിയ സുരക്ഷ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഗവർണർ എത്തുമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജും പരിസരത്തും ഒക്കെ പോലീസിന്റെ വലിയ സുരക്ഷ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പ്രതിഷേധക്കാർ ആരും തന്നെ, പ്രത്യേകിച്ച് ഇതൊരു ആശുപത്രി പരിസരമാണ്, അത്തരത്തിലൊരു കടന്നുകയറ്റമോ ആ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ SFIക്കാരും തയ്യാറായില്ല എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യമാണ്. ഗവർണർ ഇവിടുത്തെ പരിപാടിക്ക് ശേഷം, അതായത് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമായി എത്തിയതാണ്. ആ പരിപാടിക്ക് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഇനി ഗവർണർ ഇവിടുന്ന് പോകുന്ന വഴി ഗവർണർ തിരികെ പോരുമ്പോഴും വീണ്ടും പ്രതിഷേധമുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ ഗവർണർ ചികിത്സാർത്ഥമാണ് അങ്ങോട്ടേക്ക് എത്തിയത്. തിരുവനന്തപുരം ദന്താശുപത്രിയിലേക്ക്, ദന്തൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗവർണർ ആശുപത്രിക്കുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തിരികെ ഇറങ്ങുകയും ചെയ്യും. എന്തായാലും SFI പ്രവർത്തകർ മെഡിക്കൽ കോളേജിന് പുറത്താണുള്ളത്, ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്കൊന്നും SFI ആശുപത്രിക്കകത്ത് കടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വി വാണ്ട് ചാൻസലർ, നോട്ട് സവർക്കർ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് SFI സംസ്ഥാനത്ത് വിവിധ ക്യാമ്പസുകളിൽ പ്രതിഷേധിച്ചിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയിലാണ് അതിന്റെ ഒരു പൂർണ്ണരൂപം നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ചയെന്നാണ് ഇതാ ദന്തൽ കോളേജിലും തിരുവനന്തപുരം ദന്തൽ കോളേജിലും SFIയുടെ പ്രതിഷേധം.